CPI വിട്ട നാട്ടിക MLA CC മുകുന്ദൻ ഡൽഹിയിൽ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തി. ഡൽഹിയിൽ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി തുടരുന്നു. തിങ്കളാഴ്ചയോടെ 70% സ്ഥാനാർത്ഥി നിർണയമെങ്കിലും പൂർത്തിയാക്കാൻ ശ്രമം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന്. തിരുവനന്തപുരം, കോവളം സീറ്റുകളിലും ഇന്ന് തീരുമാനം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തീരുമാനങ്ങൾക്ക് സാധ്യത. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ആക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. സംസ്ഥാനത്തെ അർഹരായവർക്കുള്ള മുൻഗണനാ കാർഡുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. കാർഡുകൾ അനുവദിക്കുന്നത് 65,000 കുടുംബങ്ങൾക്ക് കൂടി. സംസ്ഥാനത്തെ വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമം നേരിടാൻ നടപടിയുമായി സംസ്ഥാന സർക്കാർ. റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കും. ഗ്യാസ് ബുക്കിംഗിലെ തടസ്സം ആളുകൾ കൂട്ടത്തോടെ വിളിക്കുന്നില്ലെന്ന ഭക്ഷ്യമന്ത്രി GR അനിൽ. പാചകവാതക ഉപയോഗം നിരീക്ഷിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. ആശങ്ക വേണ്ടെന്നും മന്ത്രി. തൃശൂർ എരുമപ്പെട്ടിയിൽ 84-കാരിയെ കടിച്ചുകൊന്ന തെരുവ് നായയെ പിടികൂടി നാട്ടുകാർ. പേവിഷബാധയുണ്ടോ എന്ന് പരിശോധിക്കും. കൊല്ലപ്പെട്ട കാർത്തിയായനുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മകൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. അമേരിക്കയിലെ മിഷിഗനിൽ ജൂത ദേവാലയത്തിന് നേരെ ആക്രമണം. ആർക്കും പരിക്കില്ല. സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് ഓടിച്ചു കയറ്റി ആക്രമിയെ കൊല്ലപ്പെടുത്തി. ആക്രമി ലെബനൻ വംശജനായ ഐമൻ ഗസാലെ. ആക്രമണമുണ്ടായത് ടെമ്പിൾ ഓഫ് ഇസ്രയേൽ സിനഗോഗിൽ. മിഷിഗണിലെ ജൂത സമൂഹത്തിന് പിന്തുണ അറിയിച്ച് പ്രസിഡന്റ്. പശ്ചിമേഷ്യയിൽ 14-ാം ദിനവും യുദ്ധം തുടരുന്നു. അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്ന ഇറാൻ 10 ബാലിസ്റ്റിക് മിസൈലുകൾ നേരിട്ടതായി UAE. ഇറാനിലെ 6000 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി അമേരിക്ക. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.